we discuss the topic gametogenesis. Gametogenesis എന്താണ്? Formation of gametes. Formation of gametes. അപ്പോൾ ഗമീറ്റോജെൻസിസ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഗമീറ്റോജെൻസിസ് എന്ന് പറയുന്നത്. ഗമീറ്റിൻ്റെ ഫോർമേഷനാണ് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഗമീറ്റോജെൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗമീറ്റോജെൻസിസ് ഈസ് ഡിവൈഡ് ഇൻ ടു 2 types: spermatogenesis and oogenesis. Spermatogenesis and oogenesis. Spermatogenesis എന്താണ്? Spermatogenesis is the production of male gamete. Is the production of male gamete. And the oogenesis is the production of female gamete. Production of female gamete. The male gamete is sperms. And the female gamete is ovum or egg. Okay, and the male gamete sperms are produced from the seminiferous tubules of the testis. അപ്പോൾ എവിടെ നിന്നാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Seminiferous tubules. And the oogenesis, ovum is produced from the ovary. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തൊട്ട് പഠിച്ച കാര്യങ്ങളാണ്. ദ ഗമീറ്റോജെൻസിസ് ഈസ് ഡിവൈഡ് ഇൻ ടു സ്പെർമാറ്റോജെൻസിസ് ആൻഡ് oogenesis. സ്പെർമാറ്റോജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഗമീറ്റ്, ദാറ്റ് ഈസ് സ്പേംസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഓഫ് ദ ടെസ്റ്റിസ്. oogenesis എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഗമീറ്റിന്റെ പ്രൊഡക്ഷൻ ആണ്. ഫീമെയിൽ ഗമീറ്റ് ഏതാണ്? ഓവം ഓർ എഗ്, ആൻഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഓവറി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്പെർമാറ്റോജെൻസിസ്, അതായത് സ്പേമിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഗമീറ്റോജെൻസിസ് ഈസ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്. മെയിൽ ഗമീറ്റ് ആണ് സ്പേംസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫ്രം സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു, വിത്തിൻ ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ദർ ഈസ് 2 types ഓഫ് സെൽസ് ആർ സീൻ. ഏതൊക്കെ സെൽസ് ആയിരുന്നു? സ്പെർമാറ്റോഗോണിയ സെൽസ് ആൻഡ് സെർട്ടോളൈ സെൽസ്. സ്പെർമാറ്റോഗോണിയ ഓർ മെയിൽ ജാം സെൽസ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ സെർട്ടോളൈ സെൽസ്. ഇപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 types സെൽസ് ഉണ്ട്, സ്പെർമാറ്റോഗോണിയൽ സെൽസും ആൻഡ് സെർട്ടോളൈ സെൽസും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണാം. ഇതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. വിത്തിൻ ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ദർ ഈസ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ആർ സീൻ. ഈ കാണുന്നതാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഓർ മെയിൽ ജാം സെൽസ് എന്ന് പറയുന്നത്. ദെൻ സെർട്ടോളൈ സെൽസ് ഇവിടെ കാണാം. ഇതാണ് സെർട്ടോളൈ സെൽസ്, ഇത് സ്പെർമാറ്റോഗോണിയം. ഓക്കെ, അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 types ഓഫ് സെൽസ് ഉണ്ട്, സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഓർ മെയിൽ ജാം സെൽസ്. പിന്നെ ഒരെണ്ണം ഏതാണ്? സെർട്ടോളൈ സെൽസുമാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്പെർമാറ്റോഗോണിയത്തിന് മൈറ്റോസിസും മയോസിസ് പ്രോസസ്സും നടന്നിട്ടാണ് ലാസ്റ്റ് അത് സ്പേംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കണേന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് ആർ സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ്. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 13-14 ഏജ് ആകുമ്പോൾ മെയിൽസിൽ സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേംസിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് അത് നടക്കുന്നത്? അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് സ്പെർമാറ്റോഗോണിയ അണ്ടർഗോ മൈറ്റോസിസ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയ നമ്മൾ പറഞ്ഞ
Within the seminiferous tubules there is male germ cells or spermatogonia cells ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ പിക്ചറിൽ കണ്ടിരുന്നു സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഇവിടെ ഉണ്ടെന്നുള്ളത്. ആ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് എന്ത് നടക്കുന്നു? മൈറ്റോസിസ് ഡിവിഷൻ നടക്കുന്നു. മൈറ്റോസിസ് നമുക്കറിയാം എന്താണ് മൈറ്റോസിസ് ആൻഡ് മയോസിസ്. സെൽ ഡിവിഷന്റെ രണ്ട് സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ രണ്ട് ടൈപ്പിൽ നടക്കുന്നുണ്ട്, മൈറ്റോസിസും മയോസിസും. നോക്കാം മൈറ്റോസിസും മയോസിസും എന്താണെന്ന് നോക്കാം. മൈറ്റോസിസ് ആൻഡ് മയോസിസ്. മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ദാറ്റ് ഈസ് ദ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇക്വേഷണൽ ഡിവിഷൻ അതായത് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. 46 എന്ന് പറയുന്ന ക്രോമസോം നമ്പറിന് അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ആൻഡ് ദ വൺ സെൽ ഡിവൈഡഡ് ആൻഡ് ഫോം 2 daughter cells. അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച്. 46 നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻഡിവിജ്വലിനെ ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്, ഡിപ്ലോയിഡ് സ്ട്രക്ചർ. അപ്പോൾ ഡിപ്ലോയിഡ് സ്റ്റേജിലുള്ള ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. അവരുടെ ക്രോമസോമിനും ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഡിപ്ലോയിഡ് സ്ട്രക്ചർ തന്നെ. ഓക്കെ, പക്ഷെ മയോസിസ് എന്ന് പറയുന്ന മയോസിസ് പ്രോസസ് ദാറ്റ് കണ്ടെയ്ൻസ് 2 പ്രോസസ്, മയോസിസ് 1 ആൻഡ് മയോസിസ് 2. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്താലേ ഒരു മയോസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മയോസിസിൽ എന്താണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ദ റിഡക്ഷൻ ഡിവിഷൻ ആണ്. അതായത് ക്രോമസോം നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ആണ്. അപ്പോൾ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണെങ്കിൽ ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 23 ആയിട്ട് മാറുന്നു. അതാണ് മയോസിസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ വൺ സെൽ ഇവിടെ മയോസിസ് 1ഉം മയോസിസ് 2ഉം കഴിയുമ്പോൾ, ആദ്യം മയോസിസ് 1 കഴിയുമ്പോൾ 1 സെൽ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ക്രോമസോം നമ്പർ എന്തായി? ഹാഫായി. ദെൻ മയോസിസ് 2 നടക്കുമ്പോൾ ഓരോ സെല്ലിൽ നിന്നും 2 ഡോട്ടർ സെൽസ് വീതം ഉണ്ടാവുന്നു. അവിടെയും ക്രോമസോം നമ്പർ എന്ത് തന്നെയാണ്? ഹാഫ് തന്നെയാണ്. ദർ ഈസ് നോ ചേഞ്ച്. മയോസിസ് 2വിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. കാരണം എന്തായിരിക്കും? മയോസിസ് 2 ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മയോസിസ് ആൻഡ് മൈറ്റോസിസ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകൾ. ഒന്നുകൂടി നമുക്ക് പറയാം, മൈറ്റോസിസ് ആൻഡ് മയോസിസ്. മൈറ്റോസിസ് ഈസ് എ ഇക്വേഷണൽ ഡിവിഷൻ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. മയോസിസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ റിഡക്ഷൻ ഡിവിഷൻ, ദ ക്രോമസോം നമ്പർ ഈസ് റിഡ്യൂസ്ഡ് ടു ഹാഫ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ മൈറ്റോസിസ് നടക്കുമ്പോൾ ഇപ്പോൾ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണെങ്കിൽ, ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് 46 ആണ്. അതായത് ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആണ് നമ്മൾ. അപ്പോൾ അവിടെ മൈറ്റോസിസ് നടക്കുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിവിഷൻ പോകുന്നത്. ദെൻ മയോസിസ് ആണെങ്കിൽ മയോസിസ് കണ്ടെയ്ൻ 2 സ്റ്റെപ്സ് ഉണ്ട്, മയോസിസ് 1ഉം മയോസിസ് 2ഉം. അപ്പോൾ ഈ 2 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് മയോസിസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചറിൽ നിന്ന് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാകുന്നു. അതായത് ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആകുന്നു. പിന്നെ ആ 2 ഹാപ്ലോയിഡ് സെൽസിൽ നടക്കുന്നത് ഏത് ഡിവിഷനാണ്? മയോസിസ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് തന്നെയാണ്. അപ്പോൾ ക്രോമസോം നമ്പറിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. ആ ഹാപ്ലോയിഡ് നമ്പർ തന്നെ 4 സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ മൈറ്റോസിസ് ആൻഡ് മയോസിസ് എന്താണെന്ന്. ഇനി നമുക്ക് സ്പെർമാറ്റോജെനസിസിലേക്ക് പോകാം. അപ്പോൾ സ്പെർമാറ്റോജെനസിസിൽ ദ സ്പെർമാറ്റോഗോണിയൽ സെൽസ് ആർ ഫോംഡ് വിത്തിൻ ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. സ്പെർമാറ്റോഗോണിയ that undergo mitosis. മൈറ്റോസിസ് നടക്കുമ്പോൾ ദർ ഈസ് നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇറ്റ്സ് നമ്പർ, അല്ലെ? ഒരുപാട് സ്പെർമാറ്റോഗോണിയ ഉണ്ടാകുന്നു. സെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ അവിടെ ക്രോമസോം നമ്പറിന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അപ്പോൾ ദർ ഈസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയ. അങ്ങനെ കുറേ സ്പെർമാറ്റോഗോണിയ ഉണ്ടാവുമ്പോൾ ദ സം ഓഫ് ദ സ്പെർമാറ്റോഗോണിയ ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ദ സം ഓഫ് ദ സ്പെർമാറ്റോഗോണിയ ഈസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്.
അപ്പോൾ ഇവിടെയൊക്കെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? ആദ്യം നമ്മൾ സ്പെർമാറ്റോഗോണിയ, അതായത് മെയിൽ ജേം സെൽസ് ആണ്, അവരുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്, അതായത് ഡിപ്ലോയിഡ് സ്ട്രക്ചർ, 2n സ്ട്രക്ചർ. ഓക്കെ, മൈറ്റോസിസ് നടക്കുമ്പോൾ സ്പെർമാറ്റോഗോണിയ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ക്രോമസോം നമ്പർ എത്ര തന്നെയാണ്? 46 തന്നെയാണ്. മൈറ്റോസിസിലെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി അല്ലേ? കുറച്ച് സ്പെർമാറ്റോഗോണിയനെ നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ അവരുടെയും ക്രോമസോം നമ്പർ എത്ര തന്നെയാണ്? 46, അതായത് ഡിപ്ലോയിഡ് സ്ട്രക്ചർ തന്നെയാണ്. ഇനി സം ഓഫ് ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ ഫസ്റ്റ് മയോട്ടിക് ഡിവിഷൻ. ആദ്യത്തെ മയോസിസ് 1ലേക്ക് കടക്കുമ്പോൾ ആൻഡ് ടു ഫോം 2 ഹാപ്ലോയിഡ് ഈക്വൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആർ ഫോംഡ്. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയേ, ഇത് കണ്ടോ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ അതെന്തായി മാറുന്നു? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അതെങ്ങനെയുള്ള സെൽസ് ആണ്? 2 ഈക്വൽ ഹാപ്ലോയിഡ്. മിയോട്ടിക് ഡിവിഷൻ അല്ലേ? മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ക്രോമസോം നമ്പർ ഹാഫ് ആകുന്നു, അതായത് 46 എന്ന് പറയുന്നത് 23 ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ 46 എന്ന് പറയുന്നത് നേരെ 23ലേക്ക്. Okay, and the secondary spermatocyte again undergo second meiotic division. നമ്മൾ പറഞ്ഞു മയോസിസ് എന്ന് പറയുന്നത് മയോസിസ് 1 ഉണ്ട്, മയോസിസ് 2 ഉണ്ട്. അപ്പോൾ മയോസിസ് 1 ഇവിടെ കഴിഞ്ഞു, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി, അത് ഹാപ്ലോയിഡ് ആണ്, ഈക്വൽ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടായി. ദെൻ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മയോസിസ് 2 നടന്നു. മയോസിസ് 2 നടക്കുമ്പോഴും ദാറ്റ് ഈസ് ഫോം ഇൻ ടു സ്പെർമാറ്റിഡ്സ്. സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആവുന്നു. അവിടെ സ്പെർമാറ്റിഡ്സ് are 4 haploid equal spermatids. അപ്പോൾ അവിടെ ക്രോമസോം നമ്പർ എത്രയാണ്? 23 അല്ലേ? മയോസിസ് 2 പിന്നെയും ക്രോമസോം നമ്പർ കുറയില്ല, കാരണം മയോസിസ് 2 ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് ആണ്. ഓക്കെ, ദെൻ സ്പെർമാറ്റിഡ്സ് എന്തായി മാറുന്നു? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം സ്പെർമാറ്റോജെനസിന്റെ പ്രോസസ്സ്. Spermatogenesis is start at the puberty stage. Start puberty. അതായത് ഏകദേശം ഒരു 13-14 ഏജ് ആകുമ്പോഴാണ് മെയിൽസിൽ സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് വിത്തിൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് there is spermatogonia cells are seen. These spermatogonia are 46 number of chromosome diploid structure. Alle? Then spermatogonia undergo mitosis process. And several spermatogonia are formed. Spermatogonia are formed. And the sum of the spermatogonia are considered as primary spermatocyte. Primary spermatocyte. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ ക്രോമസോം നമ്പർ ഇവിടെ എത്രയാണ്? 46 തന്നെയാണ്. കാരണം അവിടെ ഡിവിഷൻ ഒന്നും മയോസിസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് 46 ആണ്, ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ദെൻ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മയോസിസ് ഫസ്റ്റ് ഡിവിഷൻ അല്ലേ? ഇറ്റ് അണ്ടർഗോ meiosis first and to form 2 equal haploid secondary spermatocyte. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നു. 2 ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ കാണാം, 2 ഈക്വൽ ആയിട്ടുള്ള ഒരേ സൈസിലും ഷേപ്പിലുള്ള 2 ഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നു. ഹാപ്ലോയിഡ് എന്ന് പറയാൻ കാരണം എന്താണ്? മയോസിസ് ഫസ്റ്റ് നടന്നു. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതിന്റെ ക്രോമസോം നമ്പർ നേരെ പകുതിയായി 23 ആകുന്നു. അതുകൊണ്ട് നമുക്കതിനെ ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. ഇനി മയോസിസിന് ഒരു ഡിവിഷൻ കൂടി നടക്കാനുണ്ട്, മയോസിസ് 2 നടക്കാനുണ്ട്. അപ്പോൾ ദ 2 ഈക്വൽ ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അഗെയിൻ അണ്ടർഗോ മയോസിസ് 2. മയോസിസ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു മൈറ്റോസിസ് ആണ്. അപ്പോൾ അവിടെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് ടു ഫോം 4 ഈക്വൽ
സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്പെർമാറ്റിഡ്സിന്റെ ക്രോമസോം നമ്പർ 23, ഹാപ്ലോയിഡ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഈ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ദാ ഇത് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറാണ്. അപ്പോൾ അത് ഏകദേശം സ്പേംസിനെ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ അത് കറക്റ്റായിട്ട് സ്പേംസിൻ്റെ സൈസോ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സോ ആയിട്ടില്ല. അപ്പോൾ ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ്, അല്ലെങ്കിൽ ആ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഡിഫറൻസിയേഷൻ നടന്നിട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ. ഈ സ്പെർമാറ്റിഡ്സ് എന്തായിട്ട് മാറുന്നു? സ്പേംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ക്രോമസോം നമ്പർ 23 കണ്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഗമീറ്റോജെൻസിസ് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഗമീറ്റ് ഫീമെയിൽ ആകട്ടെ മെയിൽ ഗമീറ്റ് ആവട്ടെ, ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഏത് പ്രോസസ്സ് നടക്കുന്നത്? മയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. കാരണം 46 എന്ന് പറയുന്ന ആ ക്രോമസോം നമ്പർ നേരെ ഹാഫായിട്ട് മാറണം. അപ്പോൾ ഇവിടെ ആദ്യം മൈറ്റോസിസ് പ്രോസസ്സ് നടന്ന് കുറേ സ്പെർമാറ്റോഗോണിയാസ് ഉണ്ടായി. അതിൽ നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് കൺസിഡർ ചെയ്തത് മയോസിസ് 1 ഡിവിഷൻ നടക്കുന്നവരെയാണ്, അല്ലേ? മയോസിസ് 1 ഡിവിഷനിലേക്ക് ആരാണോ കടക്കുന്നത് അവരെയാണ് നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞത്. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്തായി മാറി? 2 ഈക്വൽ ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് വീണ്ടും മയോസിസ് 2 നടക്കുമ്പോൾ ദാറ്റ് ഈസ് ഫോം 4 ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ്. അപ്പോഴും സ്പേം ആയിട്ടില്ല. ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പേംസ്. ഓക്കെ, അപ്പോഴും ക്രോമസോം നമ്പർ 23 തന്നെ ഹാപ്ലോയിഡ് സ്ട്രക്ചർ. അപ്പോൾ എവിടെയാണ് ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആവുന്നത്? മയോസിസ് 1 കഴിയുമ്പോൾ തൊട്ട് ക്രോമസോം നമ്പർ പിന്നെ എല്ലാത്തിലും, അതായത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിലും സ്പെർമാറ്റിഡ്സിലും അതുപോലെ സ്പേംസിലും ഒക്കെ ക്രോമസോം നമ്പർ 23 ആണ്, ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെർമാറ്റോജെനസിസിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെനസിസ് വഴി എങ്ങനെയാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്, മയോസിസ് അതിൽ എന്താണ് ചെയ്യുന്നത്, ക്രോമസോം നമ്പർ എങ്ങനെയാണ് കുറയുന്നത്, ഏതൊക്കെ ഫോംസ് ആണ് സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്പെർമാറ്റോജെനസിസിൽ മെയിനായിട്ട് 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് സ്പെർമാറ്റോജെനസിസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ. എന്താണ് സ്പെർമിയോജെനസിസ്? സ്പെർമാറ്റിഡ്സ്, അതായത് ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 നടന്നിട്ട് സ്പെർമാറ്റിഡ് ആവുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസോടുകൂടി 4 സെൽസ് ഉണ്ടാകുന്നു, സ്പെർമാറ്റിഡ്സ്. ദാറ്റ് സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ തന്നെയാണ് എന്ത്? സ്പേംസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റോസോവ ആവുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്പെർമാറ്റിഡ്സ് are transformed into sperms or spermatozoa. That is called spermiogenesis. ഓക്കെ, നമുക്ക് ഈ പിക്ചറിലും കാണാം. ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന പിക്ചറിൽ സ്പെർമാറ്റിഡ്സ് കണ്ടോ? സ്പെർമാറ്റിഡ്സ് ഏകദേശം സ്പേമിന്റെ സൈസ് അല്ലേ? സ്പേമിനെ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ കറക്റ്റായിട്ട് സ്പേമിലേക്ക് വന്നിട്ടില്ല. ആ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ ഓർ സ്പേംസ്. ആ പ്രോസസ്സിനെ, ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോസസ്സ് നോക്കാം. സ്പെർമിയേഷൻ എന്താണ്? വിത്തിൻ ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. നമ്മൾ കണ്ടതാണ്, ഇത് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആണ്, അല്ലേ? സെമിനിഫെറസ് ട്യൂബിൾസിന്റെ ഉള്ളിലാണ് സ്പെർമാറ്റോഗോണിയം കാണുന്നതും അതിന് ഡിവിഷൻ നടന്നാണ് പിന്നെ അത് സ്പേംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഈ sperms are embedded in the Sertoli cells. Sertoli cells എന്തിനു വേണ്ടിയുള്ളതാണ്? That give nutrition to the sperms. അല്ലേ? സ്പേംസിനുള്ള ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയാണ് Sertoli cells വിത്തിൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ sperms that are embedded in the Sertoli cells and released from the seminiferous tubules. അപ്പോൾ the process of release of sperms from the seminiferous tubule is called spermiation. Okay, അപ്പോൾ spermiation എന്ന് പറഞ്ഞാൽ എന്താണ്? The process of release of sperm from the seminiferous tubule. Seminiferous tubule is called spermiation. അപ്പോൾ ഓർത്ത് വെക്കണം, സ്പെർമാറ്റോജെൻസിസിൽ രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഒന്ന് സ്പെർമിയോജെൻസിസും ഒന്ന് സ്പെർമിയേഷനും. സ്പെർമിയോജെൻസിസ് എന്താണ്? ദ സ്പെർമാറ്റിഡ് സ്ട്രക്ചർ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ ഓർ സ്പേംസ് ആർ കോൾഡ് spermiogenesis. And the spermiation എന്താണ്? The process of release of sperms within the process of release of sperms from the seminiferous tubule is called, that is spermiation. Okay, then അപ്പോൾ നമുക്ക് സ്പെർമാറ്റോജെൻസിസിൽ തന്നെ സ്പെർമിയോജെൻസിസും സ്പെർമിയേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഹോർമോണൽ ആക്ഷൻ ഓഫ് സ്പെർമാറ്റോജെനസിസ്. അതായത് ഇങ്ങനെ സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് റിലീസൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ ഹെൽപ്പാണ്, ഏത് ഹോർമോൺസിൻ്റെ ഹെൽപ്പാണ് അവിടെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് ദ സ്പെർമാറ്റോജെനസിസ് ഇസ് സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഹൈപ്പോതലാമിക് ഹോർമോൺ GnRH. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഒരു പ്യൂബർട്ടി സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഒരു ഹൈപ്പോതലാമിക് ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. അതാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന GnRH. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. Okay, and then ഈ ഹോർമോൺ that act on anterior pituitary and it stimulate the release of two gonadotropins. That is ഏതൊക്കെയാണ് രണ്ട് ഗൊണാഡോട്രോപ്പിൻ? LH and FSH. LHും FSHും. എന്താണ് LHന്റെ ഫുൾ ഫോം? ലൂട്ടനൈസിങ് ഹോർമോൺ. FSH എന്താണ്? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH ലൂട്ടനൈസിംഗ് ഹോർമോൺ and the FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഹോർമോൺസ് ആണ് ഈ സ്പെർമാറ്റോജെനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Spermatogenesis start at the puberty stage due to the increase in the level of hypothalamic hormone, that is GnRH, gonadotropin releasing hormone. This hormone acts on the anterior pituitary gland. Okay, and it stimulates the production of two gonadotropins, that is LH and FSH. LH is luteinizing hormone and the FSH is follicular stimulating hormone. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോതലാമിക് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്നാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് അവിടെ ഈ LHും FSH എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ കിട്ടിയിട്ടാണ് അവർ ആ രണ്ട് ഹോർമോൺസിനെ, ഏത് പാർട്ടാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പാർട്ട്, ഈ LH FSH എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് ഹോർമോൺസ് എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
GnRH എന്ന് പറയുന്നത് ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. അത് ആക്ട് ചെയ്തത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലായിരുന്നു. അപ്പോഴാണ് LH-ഉം FSH-ഉം ഉണ്ടായത്. ഈ LH-ഉം FSH-ഉം ഏത് സെൽസിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. LH ദാറ്റ് ആക്ട് ഓൺ ലെയ്ഡിക് സെൽസ്. എന്താണ് ലെയ്ഡിക് സെൽസ്? നമ്മൾ പഠിച്ചതാണ് ലെയ്ഡിക് സെൽസ്. ഔട്ട്സൈഡ് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഇത് ഈ കാണുന്നതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ ഏതൊക്കെ ഉള്ളത്? സ്പെർമാറ്റോഗോണിയ അല്ലേ? നമ്മളിപ്പോൾ സ്പെർമാറ്റോഗോണിയ ഡിവൈഡ് ചെയ്തിട്ടാണ് സ്പേംസ് ഉണ്ടായി എന്ന് പറഞ്ഞത്. ദെൻ അതിലുള്ള സെൽസ് ആണ് വേറെ സെർട്ടോളൈ സെൽസ് അല്ലേ? ഇതിന്റെ കാര്യം രണ്ടും നമ്മൾ പറഞ്ഞതാണ്. ഇനി ദ ഔട്ട്സൈഡ് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് നിങ്ങൾക്ക് കാണാം. അവിടെ ഔട്ട്സൈഡ് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കണ്ടോ? ഇവിടെ ഒരു റെഡ് കളറിൽ കാണുന്നത് ദാറ്റ് ഈസ് ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ഓർ ലേഡിക് സെൽസ്. ലേഡിക് സെൽസിലാണ് എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്? ആൻഡ്രജൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ദീസ് LH ആക്ട് ഓൺ ദ ലേഡിക് സെൽസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രജൻ. ആൻഡ്രജൻ എന്താണ്? ആൻഡ്രജൻ ഈസ് എ ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനസിസ്. അതായത് ആൻഡ്രജൻ എവിടെയാണ്? LH-ലാണ് ആൻഡ്രജൻ കാണുന്നത്. ആ ആൻഡ്രജൻ ഹോർമോൺ ഉണ്ടാകാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് LH എന്ന് പറയുന്ന hormone. LH that act on the Leydig cells and that stimulate the production of androgen. Androgen is a testicular hormone. It help in the production of, it help to stimulate the process spermatogenesis. സ്പേമിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ആൻഡ്രജൻ ആണ്. ആൻഡ്രജൻ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് LH എന്ന് പറയുന്ന ഹോർമോൺ. LH ആരുടെ ഹോർമോൺ ആണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗൊണാഡോട്രോപ്പിൻ ആണ് LH എന്ന് പറയുന്നത്. ഓക്കെ. Then FSH ആക്ട് ഓൺ ദ സെർട്ടോളൈ സെൽസ് ആണ്. നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ കൊടുക്കുന്ന സെമിനിഫെറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലുള്ള സെൽസ് ആണ് സെർട്ടോളൈ സെൽസ്. അപ്പോൾ ഈ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ആ FSH ദാറ്റ് ആക്ട് ഓൺ സെർട്ടോളൈ സെൽസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ സ്റ്റിമുലേഷൻ ഓഫ് സം ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഹെൽപ്പ് ഫോർ സ്പെർമിയോജെനസിസ്. അപ്പോൾ ഈ FSH എന്ന് പറയുന്നത് സെർട്ടോളൈ സെൽസിൽ ആക്ട് ചെയ്യുന്നു. ആ സെർട്ടോളൈ സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ഫാക്ടേഴ്സിന്റെ റിലീസിന് ഹെൽപ്പ് ചെയ്യുന്നു. ആ ഫാക്ടേഴ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഹെൽപ്പ് ഫോർ സ്പെർമിയോജെനസിസ്. എന്തായിരുന്നു സ്പെർമിയോജെനസിസ്? ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ് ആരുള്ളത്? FSH എന്ന് പറയുന്ന ഹോർമോൺ. അത് ആക്ട് ചെയ്യുന്നത് ഏത് സെൽസിലാണ്? സെർട്ടോളൈ സെൽസ്. ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഈ ഹോർമോണൽ ആക്ഷൻ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ഹൈപ്പോതലാമിക് ഹോർമോൺ. ഹൈപ്പോതലാമിക് ഹോർമോൺ ഏതായിരുന്നു? GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. അത് ദാറ്റ് ആക്ട് ഓൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ ദാറ്റ് റിലീസ് 2 ഗൊണാഡോട്രോപ്പിൻസ് അല്ലേ? ഏതൊക്കെയായിരുന്നു? LH ആൻഡ് FSH. LH എന്തായിരുന്നു? ലൂട്ടനൈസിംഗ് ഹോർമോൺ. FSH ഈസ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. This LH act on Leydig cells അല്ലേ? ലേഡിക് സെൽസിലാണ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസിലാണ് വന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു? ആൻഡ്രജൻ എന്ന് പറയുന്ന ടെസ്റ്റിക്കുലാർ ഹോർമോണിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ആൻഡ്രജൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? സ്പെർമാറ്റോജെനസിസ്. സ്പേമിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോൺ. ദെൻ FSH ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ദാറ്റ് ആക്ട്സ് ഓൺ സെർട്ടോളൈ സെൽസ്. സെർട്ടോളൈ സെൽസിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ സെർട്ടോളൈ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് സം ഫാക്ടേഴ്സ് help in the process
Spermiogenesis. Spermiogenesis. ഓക്കെ, അപ്പോൾ സെർട്ടോളി സെൽസിൽ നിന്ന് സെർട്ടോളി സെൽസിൽ FSH ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? സ്പെർമിയോജെൻസിസ്. എന്തായിരുന്നു സ്പെർമിയോജെൻസിസ് എന്ന് പറയുന്നത്? സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ സ്പേംസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെൻസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് സ്പെർമാറ്റോജെനസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാം, ഈ സ്പേംസ് ഉണ്ടായി അല്ലേ, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ള സ്പേംസ് ഫോം ചെയ്തു, അത് അവിടെ നിന്ന് റിലീസ് ചെയ്യണം അല്ലേ. റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്പേംസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ സ്പേം കണ്ടെയ്ൻസ് മെയിൻലി 4 പാർട്സ് ആണ്: ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ റീജിയൻ. ഏതൊക്കെ പാർട്സ് ആണ് സ്പേമിനുള്ളത്? ദ ഹെഡ് റീജിയൻ and the neck region and the middle piece region and the tail region. Okay, first head region, then neck region, then middle piece region, and the final is tail region. Okay, and the head portion, നമുക്ക് ആദ്യം head portion എടുക്കാം. head portionൽ നിങ്ങൾ നോക്കിയേ, the head portion, the anterior head portion is covered by a structure, cap-like structure called acrosome. അതായത് ഇവിടെ നിന്നുള്ള ഈ ഹെഡിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ കവർ ചെയ്തിരിക്കുന്ന ക്യാപ്പ്-ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്രോസോം എന്ന് പറയുന്നത്. Okay, acrosome that contains enzymes. These enzymes help for the fertilization of the ovum. Okay, അപ്പോൾ ഓവമായിട്ട് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ ഈ അക്രോസോമിലുള്ള എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പാർട്ട് നെക്ക് പാർട്ട് ഉണ്ട്. ദെൻ ദ wall body is covered by അല്ലേ, the wall body is covered by എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ. കണ്ടോ, പ്ലാസ്മ മെംബ്രെയിൻ മൊത്തം ആ സ്പേമിന്റെ ബോഡി മൊത്തം കവർ ചെയ്തിരുന്നത് പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ടാണ്. ദെൻ ന്യൂക്ലിയസ്. കണ്ടോ, ഹെഡ് പോർഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ന്യൂക്ലിയസ് കാണാം. ദ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ക്രോമസോം. ഇവിടെയാണ് 23 ക്രോമസോംസ് ഇരിക്കുന്നത്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് 23 ക്രോമസോംസ്. ഓക്കെ, ദെൻ നെക്ക് റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു നെക്ക് റീജിയൻ ഉണ്ട്. ദെൻ മിഡിൽ പീസിൽ എന്താ ഉള്ളത്? മിഡിൽ പീസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്തായിരുന്നു? ഒരു സെല്ലിൽ മൈറ്റോകോൺട്രിയ എന്തിനു വേണ്ടിയാണ്? ദാറ്റ് പ്രൊഡ്യൂസ് എനർജി അല്ലേ. ഇവിടെ എന്തിനായിരിക്കും സ്പേംസിന് എനർജി? ഫോർ ദ മൂവ്മെന്റ് ഓഫ് ടെയിൽ അല്ലേ. ടെയില് മൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ മൈറ്റോകോൺട്രിയ വെച്ചിരിക്കുന്നത്. എവിടെയാണ് മൈറ്റോകോൺട്രിയ? മിഡിൽ പീസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ ദാറ്റ് പ്രൊഡ്യൂസ് എനർജി ഫോർ ദ മൂവ്മെന്റ് ഓഫ് ടെയിൽ. എന്തിനാണ് ടെയിൽ അങ്ങനെ മൂവ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഫെർട്ടിലൈസേഷൻ അല്ലേ. ആ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിലേക്ക് വേഗം എത്താൻ വേണ്ടിയാണ് ആ ടെയിൽ അങ്ങനെ മൂവ് ചെയ്യുന്നത്. ടെയിൽ വെച്ചിട്ടാണ് സ്പേംസ് മൂവ് ചെയ്ത് എവിടെ എത്തുന്നത്? ഓവത്തിൻ്റെ അടുത്ത് ഫെർട്ടിലൈസേഷന് വേണ്ടി എത്തുന്നത്. അങ്ങനെ ടെയിലിന് മൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത് ഈ മിഡിൽ പീസിലിരിക്കുന്ന മൈറ്റോകോൺട്രിയാസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ സ്ട്രക്ചർ. എന്തൊക്കെയായിരുന്നു സ്പേമിൻ്റെ സ്ട്രക്ചേഴ്സ്? എന്തൊക്കെയായിരുന്നു? ദ സ്പേം mainly contain 4 parts: head region, neck region, middle piece region and the tail region. Okay, head region contains the anterior portion of head contain a cap-like structure called acrosome. Acrosome contains several enzymes എന്തിനാണ്? For the fertilization of the ovum അല്ലേ, that help in the fertilization of the ovum. Then the head portion contain nucleus അല്ലേ. ന്യൂക്ലിയസിൽ എന്തുണ്ട്? 23 ക്രോമസോംസ് ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് ഇരിക്കുന്നത് എവിടെയാണ്? ഹെഡ് പോർഷനിൽ തന്നെയാണ്. ആൻഡ് ദ ബോഡി ഈസ് കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. സ്പേമിന്റെ മൊത്തം ബോഡിയും പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്ക് പോർഷൻ ഇവിടെ. Then middle piece contain numerous mitochondria that produce energy for the movement of
sperms, for the movement of tail of sperms. അപ്പോൾ ഈ ടെയിലിന് ആ മൂവ്മെൻറ്റിനുള്ള എനർജി കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയാണ്. എന്തിനാണ് അങ്ങനെ ടെയിലിന് എനർജി കൊടുക്കുന്നത്? എന്തിനായിരിക്കും? ദാറ്റ് സ്റ്റിമുലേറ്റ് ദ മോട്ടിലിറ്റി ഓഫ് ദ സ്പേം, അല്ലേ? സ്പേമിൻ്റെ മോട്ടിലിറ്റി പെട്ടെന്ന് കൂട്ടി അതിന് ഓവത്തിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ എനർജി ടെയിലിലേക്ക് കൊടുത്ത് അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് സ്പേംസ്. ദെൻ നെക്സ്റ്റ് ഇത് നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഒരുപാട് സ്പേംസിനെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? എ ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് 200 to 300 million ഓഫ് സ്പേംസ് ഡ്യൂറിങ് എ കോയിറ്റസ്. ഒരു കോയിറ്റസിൽ തന്നെ ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 million ഓഫ് സ്പേംസ് ആണ്. അപ്പോൾ അത്രയും സ്പേംസ് ഒരു കോയിറ്റസിൽ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്, ഒരു മെയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് 60%, അതിലൊരു 60% ഹാവ് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്. ബട്ട് അപ്പോൾ 60% സ്പേംസ് ഹാവ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. But the 40% sperms have vigorous motility. ഓക്കെ, അപ്പോൾ 60% സ്പേംസും ഈ 200 to 300 million ഓഫ് സ്പേംസ് റിലീസ് ചെയ്യുന്നതിൽ 60% സ്പേംസും നോർമൽ ഷേപ്പും സൈസൊക്കെ ഉള്ളവരായിരിക്കും. അത് ദെൻ 40% സ്പേംസും വിഗറസ് മോട്ടിലിറ്റി കാണിക്കുന്നവരായിരിക്കും. അതായത് നോർമലായിട്ടൊരു സൈസോ ഷേപ്പോ ഒന്നും ഇല്ലാത്തവരായിരിക്കും. നമ്മൾ നേരത്തെ ഒരു സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ പറഞ്ഞിരുന്നു, അതും ഏകദേശം സ്പേമിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരായിരിക്കും, ആ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും ഈ 40% എന്ന് പറയുന്നത്. അവർ കറക്റ്റായിട്ട് സ്പേമിലേക്ക് ആ സ്പെർമിയോജെൻസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്ന് സ്പേംസിലേക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് സ്പേംസിലേക്ക് ആയാൽ മാത്രമേ, നമ്മളിപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ആ സ്പേമിൻ്റെ കറക്റ്റായിട്ടുള്ള ഹെഡും നെക്കും അതുപോലെ മിഡിൽ പീസും ടെയിലും അങ്ങനെയുള്ള റീജിയൻ എല്ലാം ആയാൽ മാത്രമേ അതൊരു സ്പേം ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സ്പേംസിൻ്റെ സ്ട്രക്ചർ ആയാൽ മാത്രമേ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, ഓവത്തിൻ്റെ അടുത്ത് എത്തുള്ളൂ. അപ്പോൾ ഈ 200 to 300 million ഓഫ് സ്പേംസ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ 60% സ്പേംസിന് മാത്രമേ നോർമൽ സൈസും ഷേപ്പും ഉള്ളൂ. ബാക്കി 40%ഉം വിഗറസ് മോട്ടിലിറ്റി കാണിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഇസ് പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്, മെയിൽ ഗമീറ്റ് ആണ്, അല്ലേ? അത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്? മൈറ്റോസിസ് നടക്കുന്നുണ്ട്, മയോസിസും നടക്കുന്നുണ്ട്. മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മയോസിസ് 1 നടക്കുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നു. ദെൻ അതിന് മയോസിസ് 2 നടന്നിട്ട് സ്പെർമാറ്റിഡ്സ് ആകുന്നു. സ്പെർമാറ്റിഡ്സ് ആണ് പിന്നെ എന്തായി മാറുന്നത്? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയിട്ട് മാറുന്നത്. ഇത് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഹൈപ്പോതലാമിക് ഹോർമോൺ GnRHഉം ആ ഹൈപ്പോതലാമിക് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന LHഉം FSHഉം. LH ആക്ട് ചെയ്യുന്നത് ലേഡിക് സെൽസിലും FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളൈ സെൽസിലുമാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ സ്പേംസ് എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സസറി ഡക്സിലേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സസറി ഡക്സ് കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഈ സ്പേംസ് ആർ റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ദാറ്റ് ഈസ് ക്യാരിഡ് ബൈ ആക്സസറി ഡക്ട്. ആക്സസറി ഡക്ട് ഏതൊക്കെയായിരുന്നു? റീറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്, അല്ലേ? ഈ ഡക്സിലൂടെ സ്പേംസ് കടന്നു പോകുന്നു, അല്ലേ? അപ്പോൾ ദീസ് ഡക്സ്, the sperms carry by these ducts and the secretions are produced by seminal vesicle, prostate and bulbourethral gland. അപ്പോൾ സ്പേംസ് ഇങ്ങനെ പോകുന്ന വഴിയിൽ സെമിനൽ വെസിക്കിളിലും എത്തുമ്പോൾ സെമിനൽ വെസിക്കിളിൽ നിന്നും ബൾബോയൂറീത്രൽ ഗ്ലാൻഡിൽ നിന്നും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇങ്ങനെ 3 ഗ്ലാൻഡ്സ് ആണ് നമ്മൾ ആക്സസറി ഗ്ലാൻഡ് പഠിച്ചത്. ഇവിടെ നിന്നൊക്കെ കുറേ സെക്രീഷൻസും പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരെന്തായിരുന്നു? സെമിനൽ പ്ലാസ്മ.
seminal plasma. This seminal plasma along with the sperms, അതായത് സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റിലീസ് ചെയ്ത് നേരെ ഡക്സ് വഴി ഇവിടെ എത്തുന്നു, യൂറിനറി ബ്ലാഡറിൽ എത്തുമ്പോൾ അവിടെ സെമിനൽ വെസിക്കിളും പ്രോസ്ട്രേറ്റും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സെക്രീഷൻസ് വരുന്നു, അതിനെയാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ സെമിനൽ പ്ലാസ്മ along with the സ്പേംസും കൂടി ചേരുമ്പോൾ അതിനെ നമുക്കൊരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് സെമൻ അല്ലേ, സെമൻ എന്ന് പറയാം. ദെൻ ദ ആക്സസറി ഡക്ട് ആൻഡ് ആക്സസറി ഗ്ലാൻസ്, അതിൻ്റെയൊക്കെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഹോർമോൺ ആയിരിക്കും? ഏത് ഹോർമോൺ ആകാം? ടെസ്റ്റിക്കുലർ ഹോർമോൺ ആണ്. അത് ഏതാണ് ടെസ്റ്റിക്കുലർ ഹോർമോൺ? ആൻഡ്രജൻ. ഓക്കെ, അപ്പോൾ ദ ഫങ്ഷൻസ് of accessory duct and glands are maintained by the testicular hormone androgen. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റോജെൻസിസിൻ്റെ ഒരു ലാസ്റ്റ് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് സ്പേംസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, സെമിനിഫറസ് ട്യൂബിൾസിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് സംഭവിക്കുന്നു? ആക്സസറി ഡക്റ്റിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ആക്സസറി ഡക്റ്റിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആക്സസറി ഗ്ലാൻസിൽ നിന്ന് സെക്രീഷൻസ് വരുന്നു. ആ സെക്രീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് സെമിനൽ പ്ലാസ്മയാണ്. സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി ചേരുമ്പോൾ അതിനൊരു പേര് പറയും നമ്മൾ, അതിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സസറി ഡക്റ്റിൻ്റെയും ആക്സസറി ഗ്ലാൻസിൻ്റെയും ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ആരാണ്? ദാറ്റ് ഈസ് ടെസ്റ്റിക്കുലർ ഹോർമോൺ ആൻഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് സ്പെർമാറ്റോജെൻസിസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, now we discuss the topic gametogenesis. Gametogenesis എന്തായിരുന്നു? The formation of gametes, the formation of female and male gamete. അപ്പോൾ രണ്ട് ഗമീറ്റ്സിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഗമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് oogenesis ആണ്. oogenesis എന്താണ്? oogenesis is the production of ovum from the ovary. Production of ovum. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ഒരു ഓവറിയുടെ സ്ട്രക്ചറാണ്. ദ ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് വിച്ച് എൻക്ലോസസ് എ സ്പേസ് കോൾഡ് സ്ട്രോമ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സ്പേസിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. The stroma region is divided into two parts. The peripheral, അതായത് ഈ കാണുന്ന this peripheral part is cortex. Peripheral part is cortex. And the inner part, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ മെഡുല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓവറിയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം ആൻഡ് വിച്ച് എൻക്ലോസസ് എ സ്പേസ് കോൾഡ് സ്ട്രോമ ആൻഡ് ദ സ്ട്രോമ ഹാസ് ടു പാർട്സ്, ദ പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുലാർ റീജിയൻ. അപ്പോൾ ഈ ഓവറിയിൽ നിന്നാണ് എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്? ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ഓവത്തിൻ്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ oogenesis എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ഓവം ഫ്രം ദ ഓവറി. ഓക്കെ, ദെൻ ഇനി എപ്പോഴാണ് ഒരു oogenesis നടക്കുന്നത്? അല്ലേ, നമ്മൾ സ്പെർമാറ്റോജെൻസിസിൽ പറയുന്നത് എന്താണ്? ദ സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പെർമാറ്റോജെനസിസ് ഈസ് സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് എന്നാണ്. പക്ഷെ oogenesis ഈസ് സ്റ്റാർട്ട് ഡ്യൂറിങ് ദ എംബ്രിയോണിക് സ്റ്റേജ്. And when a couple of million female mother cell, gamete mother cells or oogonium is formed within the each ovary. അതായത് ഒരു കുഞ്ഞ് അതിൻ്റെ മദറിൻ്റെ യൂട്രസിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓവറീസിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഊഗോണിയ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ആ കുഞ്ഞിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ തന്നെ ഓവറിയിൽ ഊഗോണിയാസ് അല്ലെങ്കിൽ ഗമീറ്റ് മദർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ the oogonia or gamete mother cell. The oogonia or gamete mother cell is formed during the embryonic stage.
അല്ലേ? ദെൻ when a couple of million of gamete mother cells are formed within the each ovary എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2 ഓവറീസ് ഉണ്ട് ഫീമെയിൽസിൽ. ആ 2 ഓവറീസിലും ഒരു ഓവറിയിൽ തന്നെ 1 million ഓഫ് സ്പേംസ് അല്ല, ഓവംസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 ഓവറിയിലും കൂടി 2 million ഓഫ് ഓവം അല്ലെങ്കിൽ ഗമീറ്റ് മദർ സെൽസ് ഊഗോണിയം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെർമാറ്റോജെൻസിസും ഊജെൻസിസും തമ്മിലൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെർമാറ്റോജെൻസിസ് ഇസ് സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് ആണെങ്കിൽ ഊജെൻസിസ് ഇസ് സ്റ്റാർട്ട് അറ്റ് ദ എംബ്രിയോണിക് സ്റ്റേജ് ആണ്. കണ്ടോ, ഒരു മദറിൻ്റെ യൂട്രസിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഓവറിയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഊഗോണിയ ഓർ ഗമീറ്റ് മദർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. എത്ര എണ്ണം ഫോം ചെയ്യുന്നുണ്ട്? 2 million oogonias are formed. Okay, then next, oogenesis എങ്ങനെയാണ്, ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണതെന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ ഒരു ഓവം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഊഗോണിയ എന്ന് പറയുന്ന മദർ സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഓവം ഉണ്ടാകുന്നത്, ഏത് പ്രോസസ്സിലൂടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഊഗോണിയ ഫസ്റ്റ് ഓവറി കൺസിസ്റ്റ് പ്രിമോഡിയൽ സെൽസ് എന്നാണ്. പ്രിമോഡിയൽ സെൽസ്, അതായത് ഓവറിയിൽ, വിത്തിൻ ദ ഓവറിയിൽ ഓവമായിട്ടല്ല സെൽസ് കാണുന്നത്, പ്രിമോഡിയൽ ജേം സെൽസ് ആയിട്ടാണ് കാണുന്നത്. ആ പ്രിമോഡിയൽ ജേം സെൽസിന് ഡിവിഷൻ നടന്നാണ് അത് ലാസ്റ്റ് ഓവം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ വിത്തിൻ ദ ഓവറി there is primordial germ cells are seen. These primordial germ cells undergo mitosis division. അപ്പോൾ മൈറ്റോസിസ് എന്താണെന്ന് നമുക്കറിയാം. മൈറ്റോസിസ് ഈസ് എ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. ആ 46 നമ്പർ ഓഫ് ക്രോമസോംസിനും ഒരു ചേഞ്ചും വരുന്നില്ല മൈറ്റോസിസ് എന്ന പ്രോസസ്സ് വഴി. അങ്ങനെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ദ 1 സെൽ ഡിവൈഡ്സ് ആൻഡ് 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. മൈറ്റോസിസിൽ എപ്പോഴും അങ്ങനെയാണ് നമ്പർ ഓഫ് ഡിവിഷൻസ് പോകുന്നത്. ഒരു സെല്ലിൽ നിന്ന് 2 സെൽ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിമോഡിയൽ ജേം സെല്ലിൽ മൈറ്റോസിസ് പ്രോസസ് നടക്കുന്നു. ആൻഡ് നമ്പർ ഓഫ് ഊഗോണിയാസ് ആർ ഫോംഡ്. ഒരുപാട് ഊഗോണിയാസ്, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ സെൽ നമ്പർ ആണ്. അപ്പോൾ ഒരുപാട് ഊഗോണിയാസ് ഉണ്ടാവുന്നു. ദിസ് ഊഗോണിയാസ് ആർ എൻറ്റർ ഇൻ ടു ദ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 സ്റ്റേജ് ആൻഡ് ഗെറ്റ് അറസ്റ്റഡ് ദ സ്റ്റേജ് ആൻഡ് ദീസ് സെൽസ് ആർ കോൾഡ് primary oocyte. Primary oocyte, അതായത് ഈ ഊഗോണിയ സെൽസ് മയോസിസ് നടക്കാൻ പോവാണ്. മയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. മയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മയോസിസ് 1 ഉണ്ട്, മയോസിസ് 2 നടക്കണം അല്ലേ? മയോസിസ് 1ഉം മയോസിസ് 2ഉം നടക്കുമ്പോഴാണ് മയോസിസ് കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മയോസിസ് 1ന് എത്ര സ്റ്റേജസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? പ്രോഫേസ് 1, അനാഫേസ് 1, മെറ്റാഫേസ് 1, ടീലോഫേസ് 1. ഓക്കെ, ഇത്രയും സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഊഗോണിയ സെൽസ് മയോസിസ് 1ന്റെ പ്രോഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ വെച്ച് ആ സ്റ്റേജ് അറസ്റ്റഡ് ആവുകയാണ്. പിന്നെ ഒരു റിയാക്ഷനും അവിടെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കയറുന്ന സെൽസിനെ, ആ ഒരു മയോസിസ് ഡിവിഷൻ നടക്കുന്ന സെൽസിനെയാണ് നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം പ്രൈമറി ഊസൈറ്റ്. അപ്പോൾ ആദ്യം ഇവിടെ പ്രിമോഡിയൽ ജേം സെൽസ് എഴുതിയിട്ടില്ല. പ്രിമോഡിയൽ സെൽസ് ആണ് ആദ്യം ഓവറിയിൽ കാണുന്നത്. അതിന് മൈറ്റോസിസ് നടന്നിട്ടാണ് ഊഗോണിയ സെൽസ് ഉണ്ടാവുന്നത്. ആ ഊഗോണിയ സെൽസിൽ ദെൻ പ്രൈമറി ഊസൈറ്റ് ആണ് ഏത് സ്റ്റേജിലേക്ക് കടക്കുന്നത്? മയോസിസ് 1ന്റെ പ്രോഫേസ് 1ലേക്ക്. ആൻഡ് ഗെറ്റ് അറസ്റ്റഡ് ദാറ്റ് സ്റ്റേജ്. ഓക്കെ, ദെൻ അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ ഓവറിയിൽ കാണുന്നത് ഏത് സെൽസ് ആയിരിക്കും? പ്രൈമറി ഊസൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ബർത്ത് ദർ ഈസ് നോ ഊഗോണിയ ഇസ് ഫോംഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എംബ്രിയോണിക് സ്റ്റേജിലാണ് ഒരു കുട്ടിയുടെ ഓവറിയിൽ ഊഗോണിയാസ് ഫോം ചെയ്യുന്നത് അല്ലേ? ഗമീറ്റ് മദർ സെൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ
അതിനുശേഷം അപ്പോൾ ആ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമാണ് യൂഗോണിയാസ് ഫോം ചെയ്യുന്നത്. ആഫ്റ്റർ ബർത്ത് ദർ ഈസ് നോ ഊഗോണിയസ് ഫോംഡ്. ബർത്തിന് ശേഷം പിന്നെ ഒരു ഊഗോണിയ പോലും ഉണ്ടാകുന്നില്ല. പിന്നെ ബർത്തിന് ശേഷം നമ്മളിവിടെ കാണുന്ന സെൽസ് ഏതാണ്? ഓവറിയിൽ നോക്കുമ്പോൾ കാണുന്ന സെൽസ് ഏതാണ്? പ്രൈമറി ഊസൈറ്റ് ആണ്. കാരണം പ്രിമോഡിയൽ ജേം സെൽസിന് മൈറ്റോസിസ് നടന്ന് ഊഗോണിയാസ് ആകുന്നു. ഊഗോണിയാസ് മയോസിസ് 1ന്റെ പ്രോഫേസ് 1ലേക്ക് കയറി അറസ്റ്റഡ് ആകുന്നു. അതിനെയാണ് നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേജ് അവിടെ നിൽക്കുന്നു. പിന്നെ ഒരു റിയാക്ഷനും നടക്കുന്നില്ല. അപ്പോൾ കുട്ടി ജനിച്ചു. അപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ കാണുന്നത് ഓവറിയിൽ കാണുന്നത് പ്രൈമറി ഊസൈറ്റ് എന്നുള്ള ഒരു സ്റ്റേജിലാണ്. ഇനി എന്താ നടക്കണേന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഫോളിക്കിൾ, ദ പ്രൈമറി ഊസൈറ്റ്. ഇപ്പോൾ ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ബർത്ത് കഴിഞ്ഞപ്പോൾ, കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ദ പ്രൈമറി ഊസൈറ്റ് ഈസ് കവേർഡ് ബൈ ഗ്രാനുലോസ ലെയർ ഓഫ് സെൽസ് കോൾഡ് പ്രൈമറി ഫോളിക്കിൾ. അതായത് ഇപ്പോൾ ഒരു പ്രൈമറി ഊസൈറ്റ് ആണെങ്കിൽ അതിനെ കവർ ചെയ്ത് ഇങ്ങനെ കുറച്ച് സെൽസ്, അതായത് ഗ്രാനുലോസ ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് പ്രൈമറി ഫോളിക്കിൾ. Primary follicle. A large number of primary follicles are formed from birth to puberty. അങ്ങനെ ബർത്ത് തൊട്ട് പ്യൂബർട്ടി സ്റ്റേജ് ആകുന്നത് വരെ ഒരു ഫീമെയിൽസ് പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത് 12-13 ഏജിലാണ്. അതായത് മെൻസ്ട്രൽ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡാണത്. അപ്പോൾ ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുന്നത് വരെ പ്രൈമറി ഫോളിക്കിൾസ്, ലാർജ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അറ്റ് ലാസ്റ്റ് ഓൺലി 60,000 to 80,000 primary follicles are left in each ovary. പ്യൂബർട്ടി സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അവിടെ എത്ര പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാകുള്ളൂ? 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഓവറി. ബാക്കി എല്ലാ പ്രൈമറി ഫോളിക്കിൾസും എന്ത് ചെയ്തു പോകും? ഡീജനറേറ്റ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ആർ ഫോംഡ് വിത്തിൻ ദ around the primary oocyte. Okay, അപ്പോൾ a large number of primary follicle is formed from birth to puberty stage. അപ്പോൾ puberty സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഓൺലി 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഓവറി. അപ്പോൾ പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്ത് പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്തു. ദെൻ സെക്കൻഡറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നു. സെക്കൻഡറി ഫോളിക്കിൾ എന്തായിരിക്കും? ദ പ്രൈമറി ഊസൈറ്റ് ഈസ് കവേർഡ് ബൈ പ്രൈമറി ഫോളിക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ദ പ്രൈമറി ഫോളിക്കിൾ ഈസ് അഗെയിൻ കവേർഡ് ബൈ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ്. ദാറ്റ് ഈസ് സെക്കൻഡറി ഊസൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ആണ് ഈ കാണുന്നത്. പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്ത് പ്രൈമറി ഫോളിക്കിൾ. ദെൻ അടുത്ത ലെയർ ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ തീക്ക എന്ന് പറയാം, തീക്ക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിൾ അതായത് the primary follicle is covered by more layers of granulosa cells called secondary follicle. Okay, then എന്താ ഫോം ചെയ്യണമെന്ന് നോക്കാം. tertiary follicle. The secondary follicle is transformed into tertiary follicles ആയിട്ട് മാറാണ്. കണ്ടോ, ഇവിടെ ഒരു പ്രൈമറി ഫോളിക്കിൾ കാണിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡറി ഫോളിക്കിൾസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് tertiary ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു. ടെർഷ്യറി ഫോളിക്കിൾസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ദർ ഈസ് എ ക്യാവിറ്റി, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. അതായത് ഇൻ ദ ടെർഷ്യറി ഫോളിക്കിൾസ് ദർ ഈസ് എ ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. അപ്പോൾ ടെർഷ്യറി ഫോളിക്കിൾ ആയി എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവിടെ ഒരു ക്യാവിറ്റി, ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ളൊരു ക്യാവിറ്റി കണ്ടിട്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് ആൻഡ്രം. അപ്പോൾ പ്രൈമറി ഊസൈറ്റിന് ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ടെർഷ്യറി ഫോളിക്കിൾ ആണ്. ആദ്യം പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്തു. പ്രൈമറി ഊസൈറ്റ് പിന്നെ അതിന് പ്രൈമറി ഫോളിക്കിൾ കവർ ചെയ്തു. പിന്നെയും അതിൽ വീണ്ടും തീക്ക ലെയേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. അത് സെക്കൻഡറി ഫോളിക്കിളാണ്. ദെൻ സെക്കൻഡറി ഫോളിക്കിൾ എന്തായിട്ട് മാറി? ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറി. അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ആൻഡ്രം.
ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആൻ ഒവേറിയൻ ഫോളിക്കിൾ, നമ്മൾ ഈ പറഞ്ഞ ടേർഷറി ഫോളിക്കിൾസ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഉള്ളൊരു ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി ആൻഡ്രം ഉണ്ട് അല്ലേ, ഇവിടെ കാണുന്ന ആൻഡ്രം. അപ്പോൾ ആ ലെയേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ്, നോക്കൂ, തീക്ക എക്സ്റ്റേണ, തീക്ക എക്സ്റ്റേണ and the theca interna. തീക്ക ഇന്റേണ. അപ്പോൾ രണ്ട് ലെയേഴ്സ് ഏതൊക്കെയാണ്? തീക്ക എക്സ്റ്റേണലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രാനുലോസ ലെയേഴ്സും ഇന്റേണലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രാനുലോസ സെൽസിനെയാണ് നമ്മൾ തീക്ക ഇന്റേണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തീക്ക എക്സ്റ്റേണയും തീക്ക ഇന്റേണയും നമുക്ക് കൃത്യമായിട്ട് ഈ ടേർഷറി ഫോളിക്കിളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ആൻഡ്രം. ആൻഡ്രം എന്താണ്? ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി വിത്തിൻ ദ ടേർഷറി ഫോളിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഊജെനസിസിൽ. അപ്പോൾ പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ടേർഷറി ഫോളിക്കിൾ. പ്രൈമറി ഊസൈറ്റ് ഇരിക്കുന്നത് ടേർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളിലാണ്. ഇനി മൈറ്റോസിസ് അല്ല. ഓക്കെ, ഇനി എന്താ നടക്കണേന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഇനി പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ടേർഷറി ഫോളിക്കിളാണ്. ഈ ടേർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പ്രൈമറി ഊസൈറ്റ് ഇരിക്കുന്നത്. ഇനി പ്രൈമറി ഊസൈറ്റിന് ഏത് ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്? മയോസിസ് ഫസ്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. കണ്ടോ, മയോസിസ് ഫസ്റ്റ് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ദർ ഈസ് ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ഊസൈറ്റ് ഓർ ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ, അപ്പോൾ പ്രൈമറി ഊസൈറ്റ് മയോസിസിന്റെ പ്രോഫേസ് 1 വന്നപ്പോൾ സ്റ്റേജ് അറസ്റ്റ് ആയിരുന്നു. പിന്നെ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷമാണ് പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്ത് പ്രൈമറി ഫോളിക്കിൾ, ദെൻ സെക്കൻഡറി ഫോളിക്കിൾ, ദെൻ ടേർഷറി ഫോളിക്കിൾ ഒക്കെ ഫോം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്യൂബർട്ടി സ്റ്റേജിലെത്തുമ്പോൾ at the stage of puberty, the primary oocyte completed the meiosis 1. അല്ലേ, മയോസിസ് 1 എന്ന് പറയുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ അൺഈക്വൽ ഡിവിഷൻ ആൻഡ് ഫോംഡ് ഹാപ്ലോയിഡ്, എ ലാർജ് ഹാപ്ലോയിഡ് സെൽ ആൻഡ് വൺ സ്മോൾ tiny structure polar body. This large haploid cell is called secondary oocyte. ഓക്കെ, അപ്പോൾ ഇതിന് അൺഈക്വൽ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരെണ്ണം സെക്കൻഡറി ഊസൈറ്റ് വളരെ ലാർജ് ആണ്. അതുപോലെ അടുത്തതായിട്ടുണ്ടായ സ്ട്രക്ചർ ടൈനി സ്ട്രക്ചറാണ്. അതിന് നമ്മൾ പോളാർ ബോഡി, ഫസ്റ്റ് പോളാർ ബോഡി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണിത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായി പോയത്? ദ സെക്കൻഡറി ഊസൈറ്റ് റീറ്റെയിൻ ദ സൈറ്റോപ്ലാസം, ന്യൂട്രിയൻ സൈറ്റോപ്ലാസം ഓഫ് ദ പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിൽ നിന്നുള്ള സൈറ്റോപ്ലാസം, റിച്ച് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം മുഴുവൻ, അല്ലെങ്കിൽ അതിൽ പകുതി മുക്കാൽ ഭാഗവും ആരാണ് എടുക്കുന്നത്? ഈ സെക്കൻഡറി ഊസൈറ്റ് ആണ് എടുക്കുന്നത് ഫോർ ഫർദർ ഡെവലപ്മെന്റ്. അപ്പോൾ അങ്ങനെ അത് വലുതായി അടുത്ത സ്ട്രക്ചർ ചെറുതായി പോയി. ഓക്കെ, ദാറ്റ് ഈസ് ദ പോളാർ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ മയോസിസ് 1 എന്ന് പറയുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? ഓർത്ത് വെക്കണം, പ്രൈമറി ഊസൈറ്റിനെ ടേർഷറി ഫോളിക്കിൾ കവർ ചെയ്ത് കഴിയുമ്പോൾ, പ്യൂബർട്ടി സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് പ്രൈമറി ഊസൈറ്റിന് മയോസിസ് 1 എന്ന് പറയുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത്. അത് അൺഈക്വൽ ഡിവിഷൻ ആണ്. ദാറ്റ് ഈസ് ഫോം, അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സെക്കൻഡറി ഊസൈറ്റ്, വൺ ഓഫ് ദ ലാർജ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് tiny structure first polar body is formed. ഓക്കെ, ദെൻ ഇനി എന്താ നടക്കണമെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്തു. ദെൻ ഇവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാകുമ്പോഴാണ് ഇത്. ഇപ്പോൾ ടേർഷറി ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? ടേർഷറി ഫോളിക്കിൾ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു മെച്ചർ ഫോളിക്കിൾ, ദാറ്റ് ഈസ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ.
അപ്പോൾ ടെർഷ്യറി ഫോളിക്കിൾ, ഇവിടെ ടെർഷ്യറി ഫോളിക്കിൾ നേരെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. ടെർഷ്യറി ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണുള്ളത്? പ്രൈമറി ഊസൈറ്റ് ആണോ സെക്കൻഡറി ഊസൈറ്റ് ആണോ? സെക്കൻഡറി ഊസൈറ്റ് ആണുള്ളത്. പ്രൈമറി ഊസൈറ്റിന് ഡിവിഷൻ നടന്നത് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് തന്നെ ടെർഷ്യറി ഫോളിക്കിൾ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്? ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഇപ്പം ഇരിക്കുന്നത് സെക്കൻഡറി ഊസൈറ്റ് ഓർ ഓവം. ആൻഡ് then ovum or secondary oocyte is covered by another protective layer called zona pellucida layer. Zona pellucida layer. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ കൂടാതെ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും കൂടി വരുന്നുണ്ട്. അതിന് പറയുന്നതാണ് സോണ പെലുസിഡ ലെയർ. നിങ്ങൾക്ക് ഇവിടെ കാണാം സോണ പെലുസിഡ ലെയർ. കണ്ടോ, ഇവിടെ ഒരു ഓവം, അതിനെ കവർ ചെയ്തൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോണ പെലുസിഡ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓവുലേഷൻ. എന്താണ് ഓവുലേഷൻ പ്രോസസ്? അതായത് ഈ ഓവം ഓർ സെക്കൻഡറി ഊസൈറ്റ് റിലീസ്ഡ് ഫ്രം ദ ഓവറി. ഓവറിയിൽ നിന്ന് ഈ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവുലേഷൻ. എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. നമുക്കറിയാം സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവത്തിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ദ ഓവം ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം from the ovary. ഓക്കെ, ഈ പ്രോസസ്സാണ് ഓവുലേഷൻ. ഇനി കണ്ടോ, നമ്മുടെ oogenesis പ്രോസസ്സ് അപ്പോൾ കംപ്ലീറ്റ് ആയി. ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ഓവം എവിടെ നിന്ന് പുറത്തേക്ക് വരും? ഓവറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ദ ഊഗോണിയ ആദ്യം ഉണ്ടാകുന്നത് ഓവറിയിൽ കാണുന്നത് ഏത് സെൽസ് ആണ്? പ്രിമോഡിയൽ സെൽസ് ആണ്. എപ്പോഴാണ് ഈ പ്രിമോഡിയൽ സെൽസ് ഫോം ചെയ്യുന്നത്? ഡ്യൂറിങ് ദ എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഊഗോണിയ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ബർത്ത് ദർ ഇസ് നോ ഊഗോണിയ ഈസ് ഫോംഡ്. പ്രിമോഡിയൽ ജേം സെൽസിന് പ്രിമോഡിയൽ സെൽസിന് മൈറ്റോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഊഗോണിയ സെൽസ് ഓർ ഫീമെയിൽ മദർ സെൽസ് ഓർ ഗമീറ്റ് മദർ സെൽസ് ആകുന്നു. ദെൻസ് ഊഗോണിയയ്ക്ക് മൈറ്റോസിസ് നടക്കുന്നു, അല്ലെങ്കിൽ ഊഗോണിയയിലെ സെൽസ് എല്ലാം നേരെ എങ്ങോട്ട് വരുന്നു? പ്രോഫേസ് 1 എന്ന് പറയുന്ന മയോസിസ് 1ന്റെ സ്റ്റേജിലേക്ക് കയറുന്നു. അവരെ നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കുന്നു. ആ സ്റ്റേജ് അറസ്റ്റഡ് ആകുന്നു. അപ്പോൾ ബർത്ത് നടക്കുമ്പോൾ ആ ഓവം എന്ന് പറയുന്ന കണ്ടീഷൻ ഏത് കണ്ടീഷനിലായിരിക്കും? പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. ഈ പ്രൈമറി ഊസൈറ്റിന് എന്ത് നടക്കുന്നു? പ്രൈമറി ഊസൈറ്റിന് പിന്നെ അവിടെ ഒരു ചേഞ്ചും നടക്കുന്നില്ല. അതായത് പ്രോഫേസ് 1ൽ കയറി അത് അറസ്റ്റഡ് ആകാണ്. ഇനി പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ മയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അൺഈക്വൽ ഡിവിഷൻ ആണ്. അതായത് ഒരു ലാർജ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് സെല്ലും ഒരു സ്മോൾ ടൈനി ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നു. അതിനെ ആ ലാർജ് ബോഡിയെ നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്നു. ഈ സെക്കൻഡറി ഊസൈറ്റ് ആണ് പിന്നെ എന്തായി മാറുന്നത്? ഓവമായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്രോമസോം നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രിമോഡിയൽ ജേം സെൽസിന്റെ ക്രോമസോം നമ്പർ 46 ആണ്. അതായത് ഡിപ്ലോയിഡ് സ്ട്രക്ചർ. ഊഗോണിയം അതുപോലെ തന്നെ മൈറ്റോസിസ് അല്ലേ, അപ്പോൾ നമ്പറൊന്നും വ്യത്യാസം വരില്ല. 2n46 തന്നെ. പിന്നെ എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? പ്രൈമറി ഊസൈറ്റും എന്ത് തന്നെയാണ്? 46 2n. ഈ 46 എന്ന് പറയുന്ന പ്രൈമറി ഊസൈറ്റിന് മയോസിസ് ഡിവിഷൻ നടന്ന് സെക്കൻഡറി ഊസൈറ്റ് ആകുമ്പോൾ അവിടെ നമ്പർ എത്രയായി? 23 അല്ലേ, ഹാപ്ലോയിഡ്. ദെൻ അത് കഴിഞ്ഞ് ഓവമാകുമ്പോഴും അത് എത്രയായി? 23 ഹാപ്ലോയിഡ്. ഇനി ഈ ഫസ്റ്റ് പോളാർ ബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മയോസിസ് നടക്കുമ്പോൾ 4 ഡോട്ടർ സെൽസ് ഉണ്ടാവണമെന്ന്. ഇവിടെ ഫസ്റ്റ് പോളാർ ബോഡിക്ക് ഡിവിഷൻ നടക്കുന്നുണ്ടോ? അതുപോലെ സെക്കൻഡ് പോളാർ ബോഡിക്ക് വീണ്ടും ഡിവിഷൻ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സയൻറ്റിഫിക് പ്രൂഫ് നമുക്ക് ഇതുവരെ അറിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് പോളാർ ബോഡി സെക്കൻഡ് പോളാർ ബോഡി എന്ന് പറയുന്ന ആ ഒരു സെൽസ് ഇറ്റ് വിൽ ഡീജനറേറ്റ് ചെയ്തു പോകും.
ഓക്കെ, അപ്പോൾ അതിന് ഡിവിഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെയും ഒരു സയൻറ്റിഫിക് പ്രൂഫായിട്ട് സയൻറ്റിഫിക്കലി ഒരു തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. ദെൻ സെക്കൻഡറി ഊസൈറ്റും ആ സെക്കൻഡറി ഊസൈറ്റിൽ പിന്നെ ഓവവും ഉണ്ടാകുന്നു. ദെൻ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞത് ഫോളിക്കിൾസിൻ്റെ കാര്യമാണ്. അതായത് ഈ പ്രൈമറി ഊസൈറ്റിനെ ഈ ബർത്ത് തൊട്ട് പ്യൂബർട്ടി സ്റ്റേജ് വരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയേഴ്സാണ് നമ്മുടെ ഗ്രാനുലോസ ലെയർ ഓഫ് സെൽസ്. അവിടെ പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്തു, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി, ടെർഷറി ഫോളിക്കിൾ ഉണ്ടായി, ടെർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളൊരു ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി ഉണ്ടായി, അതായിരുന്നു ആൻട്രം. ദെൻ ടെർഷറി ഫോളിക്കിൾസ് എന്തായിട്ട് മാറി? ഗ്രാഫിയൻ ഫോളിക്കിൾ, മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിളായി. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിയുമ്പോഴാണ് ആര് പുറത്തേക്ക് വരുന്നത്? ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് വരുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവുലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ oogenesisന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കുറേ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് oogenesisഉം സ്പെർമാറ്റോജെനസിസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. നമ്മൾ സ്പെർമാറ്റോജെനസിസും പഠിച്ചു, oogenesisഉം പഠിച്ചു. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ അതെവിടെ നടക്കുന്ന പ്രോസസ്സാണ്? ടെസ്റ്റിസിലാണ്. oogenesis എന്ന് പറയുമ്പോൾ എവിടെ നടക്കുന്ന പ്രോസസ്സാണ്? ഓവറിയിലാണ്, അല്ലേ? ഇനി സ്പെർമാറ്റോജെനസിസ് ആവുമ്പോൾ അവിടെ പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല, ദർ ഇസ് നോ പോളാർ ബോഡി, നോ പോളാർ ബോഡീസ്. ഓവറിയിലാകുമ്പോൾ പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നില്ലേ? പോളാർ ബോഡീസ് ഉണ്ട്. ഫോർമേഷൻ ഓഫ് പോളാർ ബോഡീസ്, 2 പോളാർ ബോഡി ഉണ്ട്. ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നടക്കുന്നത്? ഈച്ച് സ്പെർമാറ്റോജെനസിസിലാണെങ്കിൽ ഈച്ച് സ്പെർമാറ്റോസൈറ്റ് ഗീവ് 4 സ്പേംസ്, 4 സ്പേംസിനെ തരുന്നുണ്ടത്. പക്ഷേ ഇവിടെ ഓവറിയുടെ കാര്യത്തിലാണെങ്കിലോ ഈച്ച് സ്പെർമാറ്റോസൈറ്റ് ഗീവ് ഓൺലി 1 ഓവം, അല്ലേ? ഒറ്റ ഓവം അല്ലേ ഉണ്ടാവുന്നുള്ളൂ, 1 ഓവം. ഓക്കെ, അതുപോലെ തന്നെ സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് ആണ്. oogenesis എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എംബ്രിയോണിക് സ്റ്റേജിലാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡിഫറൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നോക്കാം. ദ സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് വിത്തിൻ ദ ടെസ്റ്റിസ്, അല്ലേ? അതുപോലെ തന്നെ oogenesis എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓവറിയിലാണ്. ദെൻ സ്പെർമാറ്റോജെനസിസിൽ നോ പോളാർ ബോഡീസ് ആർ ഫോംഡ് ആൻഡ് oogenesisലാണെങ്കിൽ പോളാർ ബോഡീസ് ആർ ഫോംഡ്. ഫസ്റ്റ് പോളാർ ബോഡി, സെക്കൻഡ് പോളാർ ബോഡി എന്നിങ്ങനെ 2 പോളാർ ബോഡീസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ in spermatogenesis each spermatocyte give 4 sperms, 4 sperm ആണ് ഒരു സ്പെർമാറ്റോസൈറ്റിൽ നിന്നുണ്ടാവുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? പ്രൈമറി ഊസൈറ്റിൽ നിന്ന് 1 ഓവം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഊസൈറ്റ് ഗീവ് ഓൺലി 1 ഓവം, അല്ലേ? ദെൻ ഇനി സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ് ആണ്. oogenesis സ്റ്റാർട്ട് എംബ്രിയോണിക് സ്റ്റേജ് ആണ്, അല്ലേ? അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് നമ്മൾ സ്പെർമാറ്റോജെനസിസും oogenesisഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും മെയിൻ ഡിഫറൻസ് ആണ്. അതിൽ മൈറ്റോസിസും മിയോസിസും പ്രോസസ്സും നടക്കുന്നുണ്ട്. അത് രണ്ടിലും കോമൺ ആയിട്ട് നടക്കുന്നത് മൈറ്റോസിസും മയോസിസും തന്നെയാണ്. മൈറ്റോസിസ് നടക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മൈറ്റോസിസ് നടക്കുമ്പോൾ അവിടെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല, ഡിപ്ലോയിഡ് സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ മയോസിസ് നടക്കുമ്പോൾ അവിടെ ക്രോമസോം നമ്പർ ഹാഫ് ആകുന്നു, 23 ആകുന്നു, ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആകുന്നു. ഓക്കെ, അപ്പോൾ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ.